അപ്പോൾ ഗൈസ് സൺഡേ പ്രത്യേകിച്ച് വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഇടണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് ശരി കവയിൽ കുളിക്കാൻ പോയാലെന്നൊരു പ്ലാന്. ശരി ഞങ്ങളുടെ അവിടുത്തെ ബാച്ചിലറായ മണിയേട്ടനെയും വിളിച്ചിട്ട് ഞങ്ങൾ കാർ എടുത്ത് നേരെ കവയിലോട്ട് വിട്ടു. ഇപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്തേ അവിടുത്തെ പണി അതേതര പാലത്തിൻ്റെ പണി നടന്നുകൊണ്ട് ഇതുവരെ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നീട് നമ്മുടെ പഴയ ഓർമ്മകളായ മലമ്പുഴ ആയിട്ടേ 2 വർഷം അവിടെ പഠിച്ചതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അടുത്തുനിന്ന് പമ്പിൽ നിന്ന് ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നേരെ മലമ്പുഴയിലോട്ട് വന്നു. മലമ്പുഴ ചെറിയ വർക്കിൻ്റെ കാര്യങ്ങളായി ക്ലോസിംഗ് ആണ്. എന്നാലും ഈ സൈഡത്തെ വ്യൂ ഒക്കെയാണ് ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നേരെ കുറച്ച് തഗ്ഗും കാര്യങ്ങളൊക്കെ അടിച്ച് കവയിലെത്തിയതേ അറിയില്ല. സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി വ്യൂ. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും അടിപൊളി വ്യൂ ആയിരുന്നു. ഫൈനലി ഞങ്ങളുടെ സ്ഥലം എത്തി. ഇവിടെയാണ് ഞങ്ങൾ കുളിക്കാൻ വരാറ്. മണിയേട്ടൻ്റെ പ്ലാനിങ് ആണ്. മണിയേട്ടൻ ഫുള്ള് ചില്ലിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ എവിടെ പരിപാടിക്ക് പോയാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെയാണ്. വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന അവസ്ഥയിലായിരുന്നു വെള്ളം. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തായാലും ഇതുവരെ വന്നല്ലേ, കുളിക്കാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുളിച്ച് റെഡിയായി. കുറേ നേരം കുളിച്ച് റെഡിയായി നേരെ വീട്ടിലോട്ട് വിടാനുള്ള പ്ലാനിങ് ആണ്. ശരി എന്തായാലും കുളിച്ചതല്ലേ, ഒരു കട്ടന ഒരു ചായ ഇല്ലാണ്ട് എങ്ങനെ തിരിച്ചു പോവാം. അപ്പോൾ ഒന്നും നോക്കിയില്ല, അടുത്ത് കാണുന്ന ഒരു കടയിൽ തന്നെ കയറി ഒരു അടിപൊളി കട്ടനും പിന്നെ അവിടുത്തെ ഒരു പരിപ്പ് കടയും ഈ ഒരു വ്യൂവിൽ വെച്ച് കുടിച്ചപ്പോൾ വേറെ ലെവൽ ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തെ പരിപാടി അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായ ടീ സ്റ്റോറിൽ പോയി ഒരു ചായ കുടിച്ച് വൈബ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വൈബ് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ. കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ബൂസ്റ്റ് ചിക്കൻ പോപ്കോണൊക്കെ മേടിച്ച് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നൊരു ബൈ.